ഹലോ നമസ്കാരം എല്ലാവർക്കും മേക്ക് ഇറ്റ് ഈസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മലായി കുൽഫി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അത് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ 1 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. അപ്പം നിങ്ങൾ പാല് എടുക്കുമ്പോൾ തിളപ്പിച്ച പാല് ഉപയോഗിക്കരുത്. തിളപ്പിക്കാത്ത പുതിയ ഫ്രഷ് ആയിട്ടുള്ള പാല് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ അടികട്ടിയുള്ള ഒരു പാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ 1 ലിറ്റർ പാലല്ലേ എടുത്തിരിക്കുന്നത്, അത് തിളച്ച് നന്നായിട്ട് 1/2 ലിറ്റർ പാലാക്കി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാല് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തിളച്ച് തൂവി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പാല് തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് പോകരുത്. എന്നിട്ട് നമുക്ക് ഈ പാല് നന്നായിട്ട് ഇളക്കി ഇത് പകുതി ക്വാണ്ടിറ്റി ആക്കണം. അതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മളിതിങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പാട രൂപപ്പെടും. അതും എല്ലാം മിക്സ് ചെയ്തിട്ട് വേണം വീണ്ടും ഇളക്കി യോജിപ്പിച്ച് ഇത് പകുതിയാക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പാല് അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊരല്പം ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ട്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഈ കുൽഫിക്ക് നല്ലൊരു കളറും ഫ്ലേവറും തരുന്നതായിരിക്കും. എന്നിട്ട് വീണ്ടും നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് അല്പം കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് പാല് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പിൽ നിന്ന് ഒരു പകുതി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മധുരം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പാലും ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടെയുള്ള നമ്മുടെ ആ മിശ്രിതം 1 ലിറ്ററായിരുന്നു നമ്മളെടുത്തത്. അതിപ്പം നന്നായിട്ട് വറ്റിയിട്ട് കുറുകി നല്ല ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഏലക്കാടെ. അപ്പം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്ക് കുൽഫി മോൾഡിലേക്ക് മാറ്റാനായിട്ട്. അതിപ്പോൾ കുൽഫിയുടെ മോൾഡ് വേണമെന്നൊന്നുമില്ല, അതെങ്ങനെയാണെന്നുള്ളത് ഇത് തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം എനിക്ക് ഇത് സെറ്റാകാനായിട്ട് ഒരു 20-25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുൽഫി മോൾഡിലേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. ഇനി മോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ മിക്സ്, കുൽഫി മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതിയേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായി പോകും ചിലപ്പം. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു ചെറിയ ഫോയിൽ പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്ന സമയത്ത് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇതിലേക്ക് രൂപപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഈ ഫോയിൽ പേപ്പർ ഒന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ചെറിയ പിച്ചാത്തി എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റിക്ക് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുൽഫി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടും സെറ്റായിട്ടുണ്ട്. കുൽഫിയായിട്ട് സെറ്റായതും ബൗളിൽ സെറ്റായതും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 7-8 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു 7-8 മണിക്കൂർ ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് ഇത് ഇപ്പോൾ ഇവിടെ രാത്രിയാണ്, നാളെ നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ മലായി കുൽഫി ഇപ്പോൾ 7-8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിൽ കുൽഫിയായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങളെ ഇപ്പോൾ ഒന്ന് തുറന്ന് കാണിക്കാം. ഇത് ഇങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ വെള്ളത്തിൽ
ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇങ്ങനെ. അപ്പം നമുക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടും. അപ്പം എന്താ നമ്മുടെ ഹോം മെയ്ഡ് മലായി കുൽഫി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. വേറെ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി.